ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ. ഇപ്പോൾ രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പതിവുകളൊന്നും തെറ്റാതെ തന്നെ ഞാൻ അടുക്കള കയറി ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അന്നേരം കുടിക്കാൻ വേണ്ടി വെള്ളം തിളച്ചപ്പോഴത്തേക്ക് ഞാനത് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അരി കഴുകി നിറച്ചും വെള്ളം ഒഴിച്ച് തീയിട്ട് കൊടുക്കുക. 2-3 ദിവസം കൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ലായിരുന്നു. എന്തോ നമുക്ക് ഒരു വീഡിയോ ഒക്കെ പിടിക്കണമെന്നൊക്കെ തോന്നുമല്ലോ, ഒരു മനസ്സിന് അതിനൊക്കെ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് അതിനുള്ളൊരു ഇതില്ലായിരുന്നു കേട്ടോ. കുറച്ച് ദിവസം ഞാനങ്ങനെ വീഡിയോ എടുക്കൊക്കെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോ അങ്ങനെ ആരും കാണുന്നുണ്ടോ ഇല്ലെന്നൊന്നും അറിയാൻ വയ്യ. കാര്യം സബ്സ്ക്രൈബ് ഒന്നും ആരും ചെയ്യാത്തതുപോലെ ഒരു തോന്നലേ. അപ്പം കാണുന്നവരെന്തായാലും സപ്പോർട്ട് ചെയ്ത് പോകണം കേട്ടോ. വെറുതെ കണ്ടുപോകാതെ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻസും ഒക്കെ ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു കേട്ടോ. അപ്പം രാവിലെ ഞാൻ ചേട്ടൻ ജോലിക്ക് വന്നു. അപ്പം ചായ കൂടി കഴിഞ്ഞിട്ടാവാൻ ബാക്കി ജോലികളെന്ന് വിചാരിച്ചപ്പം അരിയിട്ട് പിന്നെ തീ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതവിടെ കിടന്ന് വെന്തോളൂ. പിന്നെ നമ്മളതിന് പിറകെ നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. അന്നേരം മോള് കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നപ്പോഴത്തേക്കും അവളെ തലയൊന്ന് കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അന്നേരം ക്യാമറ ഓൺ ആയപ്പം പുള്ളിക്കാരി ഭയങ്കര സംസാരമായിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് കേട്ട് നോക്കണേ. നമ്മൾ വന്നിക്കാണ്, ആദ്യമായിട്ടാണ് നമ്മൾ വന്നിക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ അടിച്ച് പല്ലൊക്കെ തേച്ച് കാപ്പിയൊക്കെ കുടിച്ച് കോഴിക്കുഞ്ഞ് തുറന്നിട്ടിട്ട് എൻ്റെ അമ്മയാണെങ്കിൽ എൻ്റെ തല വാരി കെട്ടാൻ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ബാത്റൂമിൽ പോയിട്ട് വന്നിട്ട് തലയൊക്കെ വാരി കെട്ടുക. അപ്പം തല വാരി കെട്ടിയിട്ട് കളിക്കാനൊക്കെ പോവുമല്ലോ. അങ്ങനെ ഞങ്ങൾ കളിക്കാനുള്ള പരിപാടിയിലോട്ടാ. ഇതിപ്പോൾ എൻ്റെ കൈ ഇരിക്കുന്നത് എന്താണെന്നറിയാമോ? ലൈറ്ററിൻ്റെ മറ്റേ സാധനമില്ലേ, അതാണിപ്പോൾ എൻ്റെ കൈ ഇരിക്കുന്നത്. അതും കൊണ്ടാണ് ഞാൻ കളിക്കുന്നത്. വേദനയ്ക്ക് എടുക്കുന്നുണ്ട് കേട്ടോ തല. ആദ്യമായിട്ടായതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മ എനിക്ക് കോർത്ത് വെച്ച മുല്ലപ്പൂവാണ് കണ്ടോ. ഇത്രയും മുല്ലപ്പൂ ഉണ്ടായിരുന്നു. ഇത് നമ്മളെ മുത്തശ്ശി നട്ട മുല്ലയായിരുന്നു. അപ്പോൾ അത് കുറേ 2 എണ്ണം ഉണ്ട്. ഒന്ന് അങ്ങ് നിൽപ്പുണ്ട്, ഒന്ന് ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് അത് പിച്ചിട്ട് നമ്മൾ തലയിലൊക്കെ വെച്ച് കൊടുക്കത്തില്ലേ. അപ്പം കുറച്ച് കളിക്കാൻ നിർത്തി നല്ലതാണ്. പക്ഷെ എൻ്റെ വാട ഞാൻ കാണിച്ചു തരാം. വാട ഇതായിരിക്കുന്നു. ഇതാണ് എൻ്റെ വാട. പിന്നെ വിളക്കടുപ്പിൻ്റെ വടയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് വെച്ച് കെട്ടാൻ പറ്റുള്ളൂ, അല്ലാതെ ഇത്രയും വെച്ച് കെട്ടാൻ പറ്റത്തില്ലല്ലോ. പിന്നെ കളിക്കാനും പോയിട്ട് വരണം. പിന്നെ അമ്മ ചെറുതായിട്ട് തന്നെ ഒന്ന് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ബൈ സീ യു. ഞാൻ പറഞ്ഞമ്മ ഇനി അടുത്തത് ഞാൻ പറയട്ടെ. അപ്പം ഞാൻ നേരത്തെ തന്ന മുല്ലപ്പൂ കാണിച്ചില്ലേ, ആ മുല്ലപ്പൂ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇപ്പോഴത്തേക്ക് ഇതെൻ്റെ മുല്ലപ്പൂ. ഇത് പിന്നെ എൻ്റെ ബണ്ണ് കേട്ടോ. ബണ്ണില്ലാതെ ഇരിക്കുമായിരുന്നു, അപ്പോൾ ബണ്ണുണ്ട്. പിന്നെ എൻ്റെ കയ്യിരിക്കുന്ന ലൈറ്ററിൻ്റെ സ്റ്റെപ്പാണ്. ഇപ്പം ഇതാണ് എൻ്റെ വീട് കേട്ടോ. ഇത് ചേട്ടൻ്റെ റൂം, ഇത് ഞങ്ങളുടെ റൂം. അത് ഗ്യാസ് അടുക്കള. പിന്നെ അപ്പുറത്തത് അടുപ്പടുക്കള. കളിക്കാനൊക്കെ പോകുന്നത് എവിടെയെന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷെ നമ്മൾ കളിച്ചിട്ട് ഉച്ചയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ചോറിനാൻ വരും. ഇത്രയേ ഉള്ളൂ തരാ. ബൈ സീ യു ഉമ്മ. ഒരു ലൈക്ക് അടിക്കണേ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ. ഇത് മതി അമ്മ. അപ്പം എൻ്റെ അമ്മ മുടിയൊക്കെ കെട്ടി തന്നിട്ടുണ്ട്. പിന്നെ മുടിയിലൊന്ന് മുല്ലപ്പൂ ഒന്ന് ചെറുതായിട്ടൊന്ന് വെക്കാറുണ്ട് കേട്ടോ. ആ മുല്ലപ്പൂടൊന്ന് വെക്കണം. പിന്നെ അവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരു ബോയാണ് അവിടെ കിടക്കുന്നത്. പിന്നെ എൻ്റെ മുല്ലപ്പൂ കണ്ടു കല്യാണം കണക്കാണ് കിടക്കുന്നത്. പക്ഷേ ഇതൊന്ന് കെട്ടി ഇങ്ങനെ എടുക്കണം. അത്രയുള്ള എൻ്റെ കുറ്റിമുടി ആയതുകൊണ്ട് അങ്ങനെ പറ്റത്തില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരു കമൻറ്റ് കൂടെ അടിക്കണേ, അത് ഞാൻ മറന്നുപോയി കേട്ടോ. കമൻറ്റ് അടിക്കണം. പിന്നെ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. തരാ അപ്പം അമ്മ യുപ്പിന് തിരക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എടുത്തിട്ടില്ല. അപ്പം യുപ്പിനൊന്ന് കിട്ടും.
അമ്മ അപ്പൊ യുപ്പിനെ ഒന്ന് തിരക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പൊ യുപ്പിനെ എടുത്തിട്ട് എന്താ എൻ്റെ മുടി കണ്ടോ, ഇത്രേ ഉള്ളു എൻ്റെ മുടി. അപ്പൊ ഞാൻ എന്താ കല്യാണ പെണ്ണ് നടക്കല്ലേ നിങ്ങൾക്ക് തോന്നിയത്, പക്ഷെ ഇത് കല്യാണ പെണ്ണല്ല കേട്ടോ. ഞാൻ എൻ്റെ പേര് എന്താണെന്ന് അറിയാമോ? ശ്രീ. ഞങ്ങളെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ശ്രീ ചാനൽ ബ്ലോഗ്. ഇത്രയേ ഉള്ളൂ. ശ്രീ ഉമ്മ ഒരു ലൈക്ക് കൊടുക്കണേ, ഒരു കമന്റ് കൊടുക്കണേ, സബ്സ്ക്രൈബ് കൊടുക്കണേ. ഗുഡ് നൈറ്റ്. അവളെ സംസാരം കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. തന്നെ ഫോൺ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ യൂട്യൂബിൽ പറയണ പോലെയൊക്കെ പുള്ളിക്കാർ സംസാരിക്കും. അപ്പം ഞാൻ വിചാരിക്കും എന്തെങ്കിലും ഇതുപോലെ സംസാരിക്കുന്നത് വീഡിയോ പിടിച്ച് നിങ്ങൾക്ക് ഒന്ന് കാണിച്ച് തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഇന്ന് അങ്ങനെ വീഡിയോ പിടിച്ചത് കേട്ടോ. അപ്പം ഇന്ന് നെത്തോലി മീനാണ് കിട്ടിയത്. അന്നേരം അത് വൃത്തിയാക്കി കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ നമുക്ക് പുളിഞ്ചിക്ക ഉണ്ട് കേട്ടോ. പുളിഞ്ചിക്ക ഇട്ട് കറി വെക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അന്നേരം മീൻ വൃത്തിയാക്കി കൊണ്ടുവന്നതിന് ശേഷം അതിലേക്ക് പുളിഞ്ചിക്ക നീളത്തിന് അരിഞ്ഞിട്ട് പിന്നെ കറിവേപ്പില ഇട്ട് പിന്നെ ഒരു അരപ്പ് ചേർത്തിട്ട് അരപ്പിലേക്ക് ഞാൻ തേങ്ങ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചെറിയ ഉള്ളി, പിന്നെ ഉലുവയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് പിന്നെ പുളിയും കൂടെ ചേർത്താണ് കേട്ടോ അരയ്ക്കുന്നത്. പുളിവെള്ളം വാളം പുളിയും കൂടെ ചേർത്ത് അരച്ച് പിന്നെ മീനിലേക്ക് ചേർക്കുകയാണ്. കുറച്ചേ ഉള്ളൂ, മീനൊന്നും ഇല്ല, ഇച്ചിരി മീനേ ഉള്ളൂ. നെത്തോലിയൊക്കെ എന്താ പറയുന്നത്, നമുക്ക് ഒരു നേരം കൂട്ടാനേ തന്നെ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. ഞാൻ തൽക്കാലം അതിരിക്കട്ടെ എന്ന് വിചാരിച്ചൊരു കറിയാണ്. നമുക്കൊരു മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ടല്ലോ. അപ്പോൾ അത് റെഡിയാക്കാതിന് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വെള്ളവും കൂടെ ചേർത്ത് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തേ. പിന്നെന്താ പറയുന്നത്, തൊട്ടടുത്ത അടുപ്പിൽ തന്നെ അരിയും ഇട്ടിരിക്കുക. അപ്പോൾ അത് വെന്തല്ല. അപ്പോൾ രണ്ടടുപ്പിലായിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു. വേറൊന്നും കൊണ്ടല്ല, ഇന്ന് എനിക്ക് ഒത്തിരി താമസിച്ചാണ് ജോലി ഇതൊക്കെ തുടങ്ങിയത് കേട്ടോ. അന്നേരം രണ്ടടുപ്പിലാണെങ്കിൽ മാത്രമേ ഉച്ചയ്ക്ക് ചേട്ടൻ ചോറ് കഴിക്കാൻ വരുമ്പോഴത്തേക്ക് റെഡി ആവത്തുള്ളൂ. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് എനിക്ക് ചക്ക കിട്ടിയായിരുന്നേ. ചെറിയ ചുളയായിട്ട് ഒരു ഇച്ചിരി നമുക്ക് ഇതിങ്ങനെ കട്ടിയെന്ന് പറയണത് ഇല്ല. അരിയാൻ നല്ല എളുപ്പം കേട്ടോ. അരിയുന്നത് നമുക്ക് നൈസായിട്ടിരിക്കും, പക്ഷെ വറുക്കാൻ നല്ല ചക്കയാണേ. അന്നേരം ഞാൻ അതരിഞ്ഞപ്പോൾ എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇവിടെ പിള്ളേർക്കൊന്നും അത്ര ഇഷ്ടമല്ല, മോനും ഇഷ്ടം, പിന്നെ മോളത് തുടത്ത പോലുമില്ല. പിന്നെ ചേട്ടനും ഇഷ്ടം. ചേട്ടൻ്റെ പക്ഷേ ഇതിങ്ങനെ കുഴച്ചെടുക്കുന്നതിനെക്കാളും എരിശ്ശേരിയായിട്ട് വെക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ ചക്കയൊക്കെ റെഡി ആയപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിരുന്നേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മാങ്ങാക്കറി വെച്ചോട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, സമയം കിട്ടില്ല, അതാ കാരണമേ. അപ്പോൾ അതെ ആവശ്യത്തിന് ചോറൊക്കെ ഇട്ട് പിന്നെ ചക്കയും മാങ്ങാക്കറിയും മീൻ കറിയും കൂടെ കൂട്ടി നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാം കേട്ടോ. അപ്പം വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ കാണാൻ മറക്കരുത്. കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ്സ് ഇടാനൊന്നും മറക്കല്ലേ. മാങ്ങാപ്പുളിശ്ശേരി ഞാൻ വെച്ചത് എനിക്ക് പറ്റാതായിപ്പോട്ടെ. അത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ മാങ്ങാപ്പുളിശ്ശേരി വെച്ചത്. ഇച്ചിരി കട്ടിക്കിരിക്കുമ്പോൾ മോര് കാച്ചിയതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വീഡിയോ മറക്കാതെ കാണണേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ. അപ്പോൾ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റ്സും ഇടാൻ മറക്കല്ലേ. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.